അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് സുഖ്റുഫ് തുടരുകയാണ്. 46 മുതൽ 50 വരെയുള്ള ആയത്തുകൾ ഇന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد أرسلنا موسى بآياتنا إلى فرعون وملئه فقال إني رسول رب العالمين. فلما جاءهم بآياتنا إذا هم منها يضحكون. منها يضحكون وما نريهم من آية إلا هي أكبر من أختها وأخذناهم بالعذاب لعلهم يرجعون. وقالوا يا أيها الساحر ادع لنا ربك بما عهد عندك. وقالوا يا أيها الساحر ادع لنا ربك بما عهد عندك. بما عهد عندك إننا لمهتدون. فلما كشفنا عنهم العذاب إذا هم ينكثون. മക്ക മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കാനും ഖുർആൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ് എന്ന് അംഗീകരിക്കാതിരിക്കാനുമുള്ള ഒരുപാട് ന്യായങ്ങൾ നമ്മൾ നേരത്തെയുള്ള ആയത്തുകളിലൂടെ മനസ്സിലാക്കി. ആ ന്യായങ്ങളെല്ലാം ദുർബലമാണ് എന്ന് അള്ളാഹു ഒരുപാട് തെളിവുകൾ നിരത്തി വെച്ചുകൊണ്ട് അവരുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഇനി തുടർന്ന് അള്ളാഹു 46-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അല്പം ചരിത്ര സംഭവത്തിലേക്ക് ആണ് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ ആയത്തുകളിലൂടെ. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത്? പരസ്പരം ബന്ധമില്ലാത്ത ഒരു കാര്യമാണോ എന്ന് തോന്നിപ്പോയേക്കാം. അങ്ങനെയല്ല.
വളരെ കൃത്യമായ ബന്ധം ഇതിനും നേരത്തെ ഉള്ള ആയത്തുകൾക്കും ഇടയിലുണ്ട്. അത് ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി, അവർ റസൂലുള്ളാഹിനെ അംഗീകരിക്കില്ല. ഈ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദിനാണ് വേദഗ്രന്ഥം അവതരിച്ച് കിട്ടിയത്, അദ്ദേഹമാണ് പ്രവാചകനായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെയാണ് എന്നൊക്കെ വാദിക്കുന്നുണ്ടല്ലോ. അവർ പറഞ്ഞ ന്യായം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കിട്ടേണ്ടത് ഈ നാട്ടിലുള്ള മാന്യന്മാരായ, നാട്ടിൽ നിലയും വിലയൊക്കെ ഉള്ള ആൾക്കാർക്കല്ലേ അതൊക്കെ കിട്ടേണ്ടത്? വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ഉന്നതരായ വ്യക്തികൾക്കല്ലേ കിട്ടേണ്ടത്? ഒരു പ്രശസ്തിയുമില്ലാത്ത, ആരാലും അറിയപ്പെടാത്ത, ഒരറിവില്ലാത്ത, വിജ്ഞാനമില്ലാത്ത, ഒരു അക്ഷരജ്ഞാനമില്ലാത്ത ഒരു മനുഷ്യനല്ലല്ലോ ഇത് കിട്ടേണ്ടത് എന്നുള്ള ന്യായമാണ് അവർ പറയുന്നത്. അതിന് അള്ളാഹു നിരത്തുന്നൊരു തെളിവും കൂടിയാണ്. ഇവരംഗീകരിക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് അവരിലെ ജൂതന്മാർ, ക്രിസ്ത്യാനികളൊക്കെ ഏതായിരുന്നാലും അംഗീകരിക്കുന്നവരാണ്. മക്കാ മുശ്രിക്കുകളും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു എന്ന കാര്യം അംഗീകരിക്കുന്നവർ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിലാണ് അവർ എന്നാണല്ലോ അവർ വാദിച്ചിരുന്നത്. അപ്പോൾ ഇനി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രവും കൂടെ പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം അന്നത്തെ അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന കാലത്തെ വലിയ നേതാവായിരുന്നു. ആ നാട്ടിലെ പ്രശസ്തനായിരുന്നു, പണക്കാരനായിരുന്നു, അധികാരിയായിരുന്നു, രാജാവായിരുന്നു, അവിടുത്തെ കാരണവരായിരുന്നു. ഒന്നുമായിരുന്നില്ലല്ലോ, ഒന്നുമായിരുന്നില്ല. ഒരു കൊട്ടാരത്തിൽ, ഫിറഔൻ എന്ന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന ഒരു അനാഥ ബാലനെ പോലെ വളർന്ന ഒരുത്തനല്ലേ മൂസാ അലൈഹിസ്സലാം. അപ്പോൾ ആ മൂസാ നബി അലൈഹിസ്സലാമിനല്ലേ അള്ളാഹു പ്രവാചകത്വം നൽകിയത്? അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളും സമ്പത്തും മറ്റ് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണോ നൽകിയത്? അല്ലല്ലോ. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇവിടെ സ്ഥാനങ്ങളുണ്ടോ അധികാരങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അള്ളാഹു തീരുമാനിക്കുന്നവരെ, അള്ളാഹു തിരഞ്ഞെടുക്കുന്നവരെ അള്ളാഹു ആ ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവരുടെ മനസ്സിനെ ഒന്ന് തട്ടി ഉണർത്തുക എന്ന ലക്ഷ്യവും കൂടെ വെച്ചുകൊണ്ടായിരിക്കാം അള്ളാഹു ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. അള്ളാഹു അഅലം. നമുക്ക് ആയത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. 46-ാമത്തെ ആയത്ത്, വലഖദ് അർസൽനാ മൂസാ ബിആയാതിനാ ഇലാ ഫിർഔന വമലഇഹി ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ. വലഖദ് തീർച്ചയായും, അർസൽന നാം അയച്ചു, അല്ലെ നിയോഗിച്ചു എന്നും പറയാം, മൂസായെ നാം അയച്ചു, ബി ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി അയച്ചു. ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ, ആയാത്ത് ബഹുവചനാണ്, ഏകവചനം ആയത്ത് ദൃഷ്ടാന്തം, തെളിവ്. അപ്പോൾ നമ്മുടെ ദൃഷ്ടാന്തവുമായി മൂസായെ നാം അയച്ചു. ഇലാ ഫിർഔനിൻ്റെ അടുത്തേക്ക് അയച്ചു. വമലഇഹി അവൻ്റെ പ്രമുഖന്മാരുടെയും അടുക്കലേക്ക്. മലഇ ജനത അല്ലെങ്കിൽ പ്രമുഖന്മാർ. അപ്പോൾ മൂസ അലൈഹിസ്സലാമിനെ ഫിറഔനിൻ്റെ പ്രമുഖന്മാരുടെയും അടുക്കലേക്ക് നാം അയച്ചു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ കാല പറഞ്ഞു, അത് മൂസാ നബി പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ റസൂലു ദൂതനാകുന്നു, റബ്ബ് രക്ഷിതാവിൻ്റെ, ആലമീൻ ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ. അപ്പോൾ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവിൻ്റെ ദൂതനാകുന്നു, റസൂലാകുന്നു ഞാൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനിൻ്റെയും അതുപോലെ അവിടെയുള്ള പ്രമുഖന്മാരുടെയും അടുക്കൽ ചെന്ന് പറഞ്ഞു. അപ്പം എന്താ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്? മൂസാ നബിയും ഇതേപോലെ തന്നെ പ്രശസ്തനല്ലാത്തൊരു വ്യക്തിയായിരുന്നിട്ടും ആ മൂസാ നബി അലൈഹിസ്സലാം നേരെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഫിറഔനിൻ്റെ അടുത്തേക്ക്, മാത്രമല്ല ഫിറഔനിൻ്റെ വലിയ കാര്യപ്പെട്ട ആൾക്കാരും പ്രമുഖന്മാരുമൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ ആണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങൾ വളരെ വിശദമായിട്ട് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട്. ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാം വളരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ജനിക്കുന്ന സമയത്ത് ഫിറഔൻ എല്ലാ ആൺകുട്ടികളെയും വധിച്ചു കൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഭീഷണിയാവുന്ന, തൻ്റെ അധികാരത്തെ നശിപ്പിച്ച് കളയുന്ന ഒരു കുട്ടി ഇവിടെ ജനിക്കാൻ പോകുന്നു എന്ന ചില സ്വപ്നങ്ങളുടെയോ ചില വ്യാഖ്യാനങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികളെയൊക്കെ കൊല്ലുകയായിരുന്നു. ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മൂസാ നബി അലൈഹിസ്സലാമിന് ജന്മം നൽകുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് വളരെ വിഷമിച്ചു, വളരെ സങ്കടപ്പെട്ടു. കാരണം തൻ്റെ മകൻ ഇപ്പോൾ വധിക്കപ്പെടും. അങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിന്.
നീ ഭയപ്പെടേണ്ടതില്ല, നിൻ്റെ മകനെ കൊല്ലുകയില്ല. നീ ഭയപ്പെടുന്നുവെങ്കിൽ അതിനൊരു പെട്ടിയിലാക്കിയിട്ട് ആ നദിയിൽ ഒഴുക്കിയേക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ മൂസാ നബിയുടെ മാതാവ് ആ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചതുപോലെ പെട്ടിയിലാക്കിയിട്ട് നദിയിലൊഴുക്കി, നൈൽ നദിയിലൊഴുക്കി. നൈൽ നദിയിലൊഴുക്കി ആ നദിക്കരയിലൂടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരിയോട് നടന്നു പോകാനും ആവശ്യപ്പെട്ടു. അങ്ങനെ സഹോദരി നദിയുടെ കരയിലൂടെ ഈ പെട്ടിയും നോക്കിക്കൊണ്ട്, പെട്ടിക്കെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കൊണ്ട്, പെട്ടിയിൽ തൻ്റെ സഹോദരനുണ്ടല്ലോ, ഇളം പൈതൽ, ചോരപ്പൈതൽ, നോക്കി അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കാണുന്നത് തൊട്ടുപിറകിൽ കുറച്ച് പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട് കടവിൽ. കുളിക്കുമ്പോൾ നേരെ ഈ പെട്ടിയെ ചെന്നെത്തിയത് ആ കുളിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്തേക്കാണ്. അവരാ പെട്ടിയെടുത്ത് കരയിലേക്ക് വെച്ചൊന്ന് തുറന്നു നോക്കിയപ്പോൾ അതിലൊരു ചെറിയ നല്ലൊരു അഴകാർന്ന ഒരു ചോരപ്പൈതൽ. ആ കുളിക്കുന്നത് ഫിറഔനിൻ്റെ ഭാര്യയും അവരുടെ തോഴിമാരുമായിരുന്നു. നേരെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ട് ചെന്നു. എടുത്തുകൊണ്ടെന്ന് നോക്കിയപ്പോൾ തന്നെ ആൺകുട്ടിയായതുകൊണ്ട് ഫിറഔൻ കൊല്ലാൻ തുനിഞ്ഞു. ഫിറഔനിൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അവിടുത്തെ രാജ്ഞിയാണ് അവർ. ആ രാജ്ഞി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, വേണ്ട, ഇവനെ കൊല്ലേണ്ടതില്ല, ഇവനെ നമുക്ക് വളർത്താം, നമ്മുടെ കൊട്ടാരത്തിൽ വളരട്ടെ, നമുക്കേതായാലും മക്കളില്ല, നമ്മുടെ കൊട്ടാരത്തിൽ വളരട്ടെ, നമ്മൾ വളർത്തുന്ന ഒരു മകൻ എന്തായിരുന്നാലും നമുക്കെതിരാവില്ല, അതുകൊണ്ട് ഇവൻ നമ്മളുടെ ഒരു മകനായിട്ട് കൊട്ടാരത്തിൽ വളരട്ടെ. ഫിറഔനും അത് സമ്മതിച്ചു. അങ്ങനെ വളരുക. ഫിറഔനിൻ്റെ സംരക്ഷണത്തിൽ, ഫിറഔനിൻ്റെ കൊട്ടാരത്തിലാണ് മൂസാ അലൈഹിസ്സലാം വളരുന്നത്. വളർന്നു വലുതായി പ്രായപൂർത്തിയായി. അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലാണ് അവിടെ അങ്ങാടിയിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരുത്തനും അതുപോലെ തന്നെ ഫിറഔനിൻ്റെ വിഭാഗത്തിൽപ്പെട്ട വേറൊരുത്തനും തമ്മിൽ ശണ്ട കൂടുന്നു, വഴക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ട ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബക്കാരൻ, ആ വിഭാഗത്തിൽപ്പെട്ടവൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹായം ചോദിച്ചു, മൂസ ഇവനെന്നെ ആക്രമിക്കുന്നു, ഇവനെന്നെ ആക്രമിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയില്ല, അതുപോലെ കേട്ട ഉടനെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം മറ്റവനെ ഒരൊറ്റ അടിയിട്ട് കൊടുത്ത് അവനോട് മറിഞ്ഞു വീണ് അവിടെ വെച്ച് മരിച്ചു. അവിടെ മരിച്ചു. അതാ സംഭവിച്ചത്. ഇത് രാജാവിൻ്റെ ചെവിയിലെത്തി, തൻ്റെ ഒരു കുടുംബക്കാരനെ മൂസ അടിച്ചു കൊന്നിട്ടുണ്ടെന്ന്. രാജാവ് വെറുതെ ഇരിക്കില്ലല്ലോ, മൂസാ നബി അലൈഹി സ്വലാമിനെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാമിനോട് ഗുണകാംക്ഷയുള്ള ഒരാൾ ഓടി വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിന് വിവരം കൊടുത്തു, മൂസയെ ഓടി രക്ഷപ്പെട്ടോ, ജനങ്ങളൊക്കെ നിനക്കെതിരിൽ തിരിഞ്ഞിരിക്കുകയാണ്, നീ ഇപ്പോൾ നിൻ്റെ കൈക്ക് വന്നിട്ടുള്ള ഈ അപകടം, ഈ മരണം ഉണ്ടല്ലോ, അപകട മരണം സംഭവിച്ചത് കാരണം നിന്നെ ശിക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്, വേഗം രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. കേട്ട മാത്രയിൽ മൂസാ നബി അലൈഹി സ്വലാമിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടി 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 വളരെ അകലെയുള്ളൊരു സ്ഥലത്തെത്തി, മദിയൻ എന്നൊരു പ്രദേശത്തെത്തി. അവിടെ ചെന്ന് ക്ഷീണിച്ച് വിഷമിച്ച് ഒരു മരച്ചുവട്ടിലിങ്ങനെ തണലും പറ്റിയിരിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. വലിയ കഥയാണ്, വലിയ സംഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഒരു തിക്കും തിരക്കും കാണുന്നു, കുറച്ച് അകലെയായിട്ട്, വളരെ അകലെയല്ല, കാണാവുന്ന ഒരു സ്ഥലത്ത് മൂസാ നബി രണ്ട് പെൺകുട്ടികളൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. മൂസാ നബി നേരെ എഴുന്നേറ്റ് അവിടെ ചെന്നിട്ട് പെൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? അവിടെ കുറേ ആൾക്കാരുടെ പിന്നെ തിക്കും തിരക്കൊക്കെ കാണുന്നില്ല, എന്താ സംഭവം? അവർ പറഞ്ഞു, ഈ നാട്ടിൽ വെള്ളം കുടിക്കാൻ മൃഗങ്ങൾക്ക്, കാലികൾക്ക് വെള്ളം കൊടുക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. അപ്പോൾ അവരൊക്കെ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത് അവയുടെ മൃഗങ്ങളെയൊക്കെ വെള്ളം കുടിപ്പിച്ച് പോയിച്ചിട്ട് വേണം ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാനും, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ. ഞങ്ങളുടെ ഉപ്പയാണെങ്കിൽ വളരെ പ്രായമായൊരു മനുഷ്യനാണ്, ഞങ്ങളാണ് ഈ ആടുകളൊക്കെ മേയിച്ച് നടക്കുന്നത് എന്ന് കാര്യം പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് വേഗം പോയിട്ട് ആടുകളെ കൊണ്ടുപോയിട്ട് ആ തിക്ക് തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ, നല്ല ആരോഗ്യവാനാണ് മൂസാ അലൈഹി സ്വലാം, ഒറ്റ അടി കൊടുത്തപ്പോൾ മറ്റോ മറിഞ്ഞു കൊണ്ട് മരിച്ചില്ലേ, ആ തിക്ക് തിരക്കിൻ്റെ ഇടയിൽ കൂടെ തന്നെ മൂസാ നബി വേഗം ചെന്ന് ആടുകളൊക്കെ വെള്ളം കുടിപ്പിച്ച് വേഗം പേരടുത്തേക്ക് തിരിച്ചെത്തിച്ചു കൊടുത്ത് ഒരു വേഗം പോവുകയും ചെയ്തു. വേഗം ചെന്ന് വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങളെന്താ നേരത്തെ എത്തിയല്ലോ, നിങ്ങൾക്ക് എന്തെങ്ങനെ ഇന്ന് നേരത്തെ എത്താൻ സാധിച്ചത്? അപ്പോൾ കാര്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു അവിടെ, അയാൾ ഞങ്ങളെ ഒന്ന് സഹായിച്ചു, അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് നമ്മളുടെ ആടുകൾക്കൊക്കെ വെള്ളം കിട്ടി, അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് വേഗത്തിൽ വരാൻ സാധിച്ചു. കൂട്ടത്തിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, ഉപ്പ നല്ലൊരു മനുഷ്യനാണ് അയാൾ, എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മനുഷ്യനെ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ പെൺകുട്ടീനോട് തന്നെ പറഞ്ഞു, നിങ്ങൾ നീ പോയിട്ട് അയാളെ കണ്ട സ്ഥലത്ത് പോയിട്ട് അയാളെ ഇങ്ങോട്ട് കൂട്ടി വാ എന്ന് പറഞ്ഞയച്ചു. ആ പെൺകുട്ടി ചെന്ന് മൂസാ അലൈഹിസ്സലാമിനെ കൂട്ടി ഈ പിതാവിൻ്റെ അടുക്കലെത്തി. അദ്ദേഹം ശുഐബ് നബി അലൈഹിസ്സലാം ആയിരുന്നു എന്നാണ് പ്രബലമായ റിപ്പോർട്ട്, അല്ലാന്നുള്ള ചില റിപ്പോർട്ടുകൾ വേറെയുണ്ട്, എന്തുമാട്ടെ. ഏതായിരുന്നാലും അവിടെ എത്തി ആ പിതാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ പിതാവ് പറഞ്ഞു,
നിനക്ക് എൻ്റെ ഏതെങ്കിലും ഒരു മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. ഈ 2 മക്കളിൽ നിനക്ക് താല്പര്യമുള്ള ഒരു മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം. എന്നിട്ട് നീ ഇവിടെ കുടുംബസമേതം ജീവിച്ചോ. ഒരു കണ്ടീഷൻ ഉള്ളത്, ഒരു 8 കൊല്ലോ 10 കൊല്ലോ ഒക്കെ എനിക്ക് വേണ്ടി എൻ്റെ ഈ ആടുകളെ നീ മേയ്ക്കണം, ആ പണി നീ ചെയ്യണം. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. അങ്ങനെ വിവാഹം കഴിച്ചു. അവിടെ കുടുംബമായിട്ട് താമസിക്കാൻ തുടങ്ങി മൂസ അലൈഹിസ്സലാം. അന്ന് അലൈഹിസ്സലാം ആയിട്ടില്ല, മൂസ നബി ആയിട്ടില്ല, മൂസയാണ്. അങ്ങനെ ആ അവധിയൊക്കെ പൂർത്തിയായപ്പോൾ, കാലാവധി കഴിഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ ഒന്ന് നാട്ടിലേക്കൊന്ന് പോകട്ടെ, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിയെന്ന് അറിയില്ലല്ലോ, കൊല്ലങ്ങളൊരു പാടായല്ലോ വന്നിട്ട്. അങ്ങനെ ഭാര്യയും കൂട്ടിയിട്ട് പോവുകയാണ്, നാട്ടിലേക്ക് തന്നെ, ഈജിപ്തിലേക്ക് തന്നെ പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്താണ് സിനാ പർവ്വതത്തിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഇരുട്ടായി, രാത്രിയായി, കൂരിരുട്ടാണ്, വഴി കാണുന്നില്ല, വഴി ചോദിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരുട്ടത്ത് ബുദ്ധിമുട്ടിയപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം, ഒരു വെളിച്ചം ആ തോരി സീനാ പർവ്വതത്തിൻ്റെ അടുക്കൽ നിന്ന് കണ്ടു. ഭാര്യയോട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാനവിടെ പോയിട്ട് ഒരു വിളക്ക്, ഒരു ചൂട്ട് കത്തിച്ചിട്ട് വരാം. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവും, വിളിച്ചിട്ടുണ്ടല്ലോ, ആരുണ്ടാവും അവിടെ ചെന്നിട്ട് ഞാൻ വഴിയൊക്കെ ഒന്ന് ചോദിച്ച് വരാം, നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത് നിർത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം അതിൻ്റെ അടുത്തേക്ക് പോയി, ആ വെളിച്ചം കണ്ട സ്ഥലത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ്, ഞാൻ അള്ളാഹുവാണ്, മൂസാ നീ വളരെ പരിശുദ്ധമായ താഴ്വരയിലാണുള്ളത്, നിന്റെ ചെരുപ്പുകൾ നീ അങ്ങോട്ട് കഴിച്ചു വെക്ക് എന്നൊക്കെയുള്ള കൽപ്പന വരുന്നത്. അതുപോലെ ചെയ്തു മൂസാ നബി അലൈഹിസ്സലാം. ഞാൻ അള്ളാഹുവാണ്, നിന്നെ പ്രവാചകനാക്കുകയാണ് എന്ന് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിന് അവിടെ അറിയിപ്പ് കൊടുത്തു. സംസാരം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. ഒരു മറയ്ക്ക് പിന്നിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു മൂസാ നബി അലൈഹി സ്വലാം. അവിടെ വെച്ചിട്ടാണ് മൂസ പ്രവാചകനായി അലൈഹിസ്സലാമായി മാറുന്നത്. അങ്ങനെ പിന്നെ നേരെ ചെല്ലാൻ പറഞ്ഞത്, ഏതായാലും മിസ്രിലേക്ക്, ഈജിപ്തിലേക്ക് തന്നെ പോകുന്നത്, നീ ഇപ്പം ചെന്നിട്ട് നേരെ ചെല്ലേണ്ടത് ഫിറൗനിൻ്റെ അടുത്തേക്കാണ് ചെല്ലേണ്ടത്. അവിടെ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് നീ അവനെ ക്ഷണിക്കണം എന്നുള്ള കൽപ്പന കൊടുക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്. ആ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മൂസാ നബി അലൈഹിസ്സലാം ഇത് അള്ളാഹു നൽകിയ തെളിവുകളുമായി, ഒന്ന് തൻ്റെ കയ്യിലുള്ള വടി. അള്ളാഹു പറഞ്ഞ, മൂസ എന്താ നിൻ്റെ കയ്യിലുള്ളത്? അത് വടി. എൻ്റെ ആടുകൾക്ക് ഇങ്ങനെ ഇല അടിച്ചിട്ട് കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുത്തി നിർത്തിയിട്ട് ഞാൻ ചിലപ്പോൾ ഇമ്മൽ ചാരിക്കും, അങ്ങനെ പല ആവശ്യത്തിനും ഉപയോഗിക്കുന്ന വടി. എന്നാൽ ഒന്ന് നിലത്തിട്, അള്ളാഹുവിൻ്റെ കൽപ്പന. നിലത്തിട്ടു, പാമ്പായി, ഭീമാകാരമായൊരു സർപ്പമായി മാറിയത്. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചൂടി. അള്ളാഹ് പറഞ്ഞു, പേടിക്കേണ്ട മൂസ, പിടിച്ചോ, പഴയതുപോലെയാവും. അത് മൂസാ നബി അലൈഹിസ്സലാം പിടിച്ചു, പഴയതുപോലെ വടിയായി, പാമ്പ് പഴയതുപോലെ വടിയായി. നിന്റെ കൈ കക്ഷത്തേക്ക് വെക്കുക, എന്നിട്ട് പുറത്തെടുക്കുക, അത് നല്ല പ്രകാശമുണ്ടായിരിക്കും അതിന്. എന്നാൽ അതിനൊരു വേറെ എന്തെങ്കിലും ഒരു ന്യൂനതട്ടുണ്ടാവുകയില്ല. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചെയ്തു, കൈ പ്രകാശിക്കുന്നു. വീണ്ടും കക്ഷത്തേക്ക് വെച്ചാൽ അതിൻ്റെ പ്രകാശം നിലക്കുകയും ചെയ്യും. ഈ തെളിവുകളുമായിട്ട് നീ ഫിറൗനിൻ്റെ അടുത്തേക്ക് പോകണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അങ്ങനെ ഫിറൗനിൻ്റെ അടുത്തേക്ക് പോയി. ഫിറൗനിൻ്റെ പ്രമുഖന്മാരുടെയും അടുത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം പോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് നീ പറയണം, ഫഖാല ഇന്നി റസൂലു റബ്ബിൽ ആലമീൻ. അവിടെ ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ലോകരക്ഷിതാവിൻ്റെ റസൂല്, പ്രവാചകൻ, ദൂതൻ തന്നെയാകുന്നു എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ചെന്ന് പറഞ്ഞു. അതായത് അത് പറയുകയും, നീ ഏകനായ അള്ളാഹുവിലേക്ക് വരണം, അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് വരണം. ഈ ബനൂ ഇസ്രായേലിയരെ അടിമകളാക്കി വെക്കാൻ പാടില്ല, അവരെയൊന്നും നിന്നെ ആരാധിക്കുന്നവരാക്കി വെക്കരുത്, നീ ആരാധ്യനല്ല, നീ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നുള്ള തത്വമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് തുടർന്നുണ്ടായ കാര്യങ്ങളാണ് അടുത്ത ആയത്തിൽ പറയുന്നത്, 47-ാമത്തെ ആയത്ത്. ഫലമ്മാ ജാഅഹും ബിആയാതിനാ ഇദാ ഹും മിൻഹാ യദ്ഹകൂൻ. ഫലമ്മാ ജാഅ വന്നപ്പോൾ, അവരുടെ അടുക്കൽ മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോൾ, ബി ആയാത്തിന നമ്മുടെ തെളിവുകളുമായി അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളുമായി വന്നപ്പോൾ, ഒന്ന് വടി, നിലത്തിട്ടാൽ പാമ്പാകുന്ന വടി. രണ്ടാമത്തത് കക്ഷത്ത് വെച്ചിട്ട് കൈ കക്ഷത്ത് വെച്ച് പുറത്തെടുത്താൽ പ്രകാശിക്കുന്ന കൈ. ഇതൊക്കെ ഇത്തരം ദൃഷ്ടാന്തങ്ങളുമായിട്ട് മൂസാ അലൈഹിസ്സലാം അവിടെ ചെന്നപ്പോൾ, അവരുടെ അടുക്കൽ ചെന്നപ്പോൾ, ഇതാ ഹും അപ്പോൾ അവരതാ മിൻഹ അതിൽ നിന്ന്, ഈ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, യദ്ഹകൂൻ കളിയാക്കിച്ചിരിക്കുന്നു. ഇതിങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുക്കുക മൂസാ നബി അലൈഹിസ്സലാം. വടി നിലത്തിട്ട് അത് ഫിറൗൻ ചോദിച്ചിട്ടുണ്ട്, നീ പ്രവാചകനാണ് എന്നതിന് നിന്റെ അടുക്കൽ എന്താണ് തെളിവുള്ളത് എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിറൗൻ ചോദിച്ചു. മൂസാ നബി അലൈഹിസ്സലാം നിലത്ത് വടിയിട്ട് അത് സർപ്പമാക്കി കാണിച്ചു കൊടുത്തു, ഇത് തന്നെയാകുന്നു തെളിവ്. വീണ്ടും കൈ കക്ഷത്ത് വെച്ചിട്ട് പ്രകാശിക്കുന്ന കൈ കാണിച്ചു കൊടുത്തു, ഇത് തന്നെയാകുന്നു തെളിവ്. വീണ്ടും കൈ കക്ഷത്ത് വെച്ചിട്ട് പ്രകാശിക്കുന്ന കൈ കാണിച്ചു കൊടുത്തു, ഇത് തന്നെയാകുന്നു തെളിവ്. 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 ഇത് അള്ളാഹു നൽകിയിട്ടുള്ള മുഅ്ജിസത്താണ്. അതുകൊണ്ട് നീ
ഇസ്ലാമിലേക്ക് വരണം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കണം എന്ന് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ അത് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. 48-ാമത്തെ ആയത്ത്, വമാ നുരീഹിം മിൻ ആയത്തിൻ ഇല്ലാ ഹിയ അക്ബറു മിൻ ഉഖ്തിഹാ വഅഖദ്നാഹും ബിൽ അദാബി ലഅല്ലഹും യർജിഊൻ. അവരെന്തൊക്കെ ചെയ്തത്, അവർക്ക് കൊടുത്തത് എന്തൊക്കെയാണെന്നാണ് പിന്നെ പറയുന്നത്. അള്ളാഹ് പറയാം 48-ാമത്തെ ആയത്തിൽ, വമാ നുരീഹിം അവർക്ക് നാം കാണിച്ചു കൊടുത്തില്ല, മിൻ ആയത്തിൻ ഒരു ദൃഷ്ടാന്തവും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ല, ഇല്ലാ ഹിയ അതല്ലാതെ, അക്ബറു വലുതായിട്ടല്ലാതെ, മിൻ ഉഖ്തിഹ അതിൻ്റെ ഇണയേക്കാൾ, അതായത് ആദ്യം കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തക്കാളും തെളിവിനേക്കാളും വലിയ തെളിവാണ് രണ്ടാമത് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട വിധത്തിലുള്ള, ഒന്നിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊന്ന് എന്ന നിലക്ക് ഉള്ള തെളിവുകളാണ് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തതെല്ലാം കാണിച്ചു കൊടുത്തവോ. വഅഖദ്നാഹും നാം അവരെ പിടികൂടുകയും ചെയ്തു, ബിൽ അദാബി ശിക്ഷ കൊണ്ട് നാം അവരെ പിടികൂടി, ലഅല്ലഹും അവരായേക്കാം ആവുന്നതിന് വേണ്ടി, യർജിഊൻ ഒന്ന് തിരിച്ചു വരുന്നതിന് വേണ്ടി, അതായത് സത്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് വേണ്ടി അവർക്ക് നാം പലതരത്തിലുള്ള ശിക്ഷയും നൽകി. ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ ഫിറഔനിൻ്റെ പ്രമുഖന്മാരുടെയും ആ ജനതയുടെയും ഒക്കെ മുമ്പിൽ മൂസാ നബി അലൈഹിസ്സലാം അവതരിപ്പിക്കുന്ന ഓരോ തെളിവുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നാണ്. ആദ്യം ഒന്ന് കാണിക്കും, അടുത്തത് കാണിക്കുമ്പം ആദ്യം കാണിച്ചതിനേക്കാളും ഉയർന്നു നിൽക്കുന്ന, അതിനേക്കാളും വലിയ തെളിവാണ് രണ്ടാമത് കാണിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും മൂസാ നബി അലൈഹിസ്സലാം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഓരോ തെളിവുകളും ഓരോ മുഅ്ജിസത്തും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോഴോ എന്നിട്ട് അവരത് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. മേലത്തായത്ത് പറഞ്ഞ പോലെ അതിങ്ങനെ ഓരോന്നും കാണുമ്പോൾ അവരിങ്ങനെ യദ്ഹഖൂന അവരിങ്ങനെ ചിരിച്ച് തമാശയാക്കിക്കൊണ്ടിരിക്കും. ഓ ഇതാപ്പോൾ എന്ത് കാണിച്ചു കൊടുത്താലും, ഓ ഇതാപ്പോൾ ഈ മേജിക്ക, ഈ കങ്കട്ടി വിദ്യയാണ്, ഈ ജാലവിദ്യയാണ്, ഓ ഇതാണിപ്പോൾ ഇതിനേക്കാളൊക്കെ വലിയത് നമ്മളെടുത്തുണ്ട് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. അള്ളാഹു അവരെ പലതരത്തിലും ശിക്ഷിച്ചു. അവരെ ശിക്ഷിച്ച കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഫിറഔനും അതുപോലെ തന്നെ ഫിറഔനിൻ്റെ ജനതയെ അടക്കി ഭരിക്കുന്ന ആ ബനു ഇസ്രായേലിയർ ജനതയുണ്ടല്ലോ, അവർക്കൊക്കെയും അള്ളാഹു പലതരത്തിലുള്ള ശിക്ഷ നൽകി. തവള കൊണ്ടുള്ള ശിക്ഷ, എവിടെ നോക്കിയാലും തവള, ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഭക്ഷണത്തിലും എല്ലായിടത്തും തവള അവർക്കൊരു ശിക്ഷയായിട്ട് തവളയെ കൊടുത്തു. ഒരു തവളയല്ല, ആയിരക്കണക്കിന് തവള, എവിടെ തിരിഞ്ഞാലും തവള. അതുപോലെ തന്നെ പേന്, എവിടെ നോക്കിയാലും പേന്. ഭക്ഷണം വിളമ്പി വെക്കുമ്പോഴേക്കിന് അതിൽ മുഴുവനും പേന് നിറഞ്ഞു വീഴുക, ദേഹത്ത് നിന്ന് വീഴുന്നതും എവിടേക്കോ ആകാശത്ത് നിന്ന് വീഴുന്നത് എന്തൊക്കെ ആയിരിക്കാം, എവിടെ നോക്കിയാലും നിറഞ്ഞു കിടക്കുന്ന പേന്. ജീവിതം ദുസ്സഹമാകുന്ന ഒരവസ്ഥ. ചെറിയ ജീവി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചോറ് വിളമ്പി വെക്കുമ്പോൾ അതിൽ മുഴുവനും പേന് നിറഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ കിടക്കാൻ പോകുന്നിടത്ത് മുഴുവനും തവളയാണെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം കുടിക്കാനെടുത്താൽ തവളയാണ് അതിൽ നിന്ന് ആദ്യം വായിലേക്ക് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ തരത്തിലുള്ള ശിക്ഷ. അതുപോലെ തന്നെ രക്തം, പലയിടത്തും രക്തം ഒഴുകുകയോ അല്ലെങ്കിൽ രക്തം എവിടെ നോക്കിയാലും രക്തം ഉണ്ടാകുന്ന ഒരവസ്ഥ, എവിടുന്ന് രക്തം വന്നു എന്നറിഞ്ഞുകൂടാ, അങ്ങനത്തെ അവസ്ഥ. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശിക്ഷകൾ. അതുപോലെ ക്ഷാമം, കൃഷിയൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യം. ഇങ്ങനെ തുടങ്ങി ഭൗതികമായ പലതരത്തിലുള്ള ശിക്ഷകൾ അള്ളാഹു അവർക്ക് നൽകി. ഇങ്ങനെ ഓരോ വിഷമങ്ങളുണ്ടാകുമ്പോഴും അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയും, മൂസേ നീ പ്രാർത്ഥിക്ക്, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്, നിൻ്റെ നാഥനോട് പ്രാർത്ഥിക്ക്, നിൻ്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്, ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് നീക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം മൂസേ, നീ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓരോ ശിക്ഷയും അവർക്ക് നൽകിയ ഭൗതിക ശിക്ഷകൾ ഓരോന്നും അള്ളാഹു ഒഴിവാക്കി കൊടുത്തു. എന്നിട്ടും അവരത് അംഗീകരിച്ചില്ല. വഅഖദ്നാഹും ബിൽ അദാബ് ശിക്ഷ അവർക്ക് കൊടുത്തു. അത് ലഅല്ലഹും യർജിഊൻ അവരൊന്നുകൂടെ സത്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ എന്നതിന് വേണ്ടിയായിരുന്നു ആ ശിക്ഷ കൊടുത്തത്. എന്നിട്ട് അവർ മാറിയോ? അടുത്ത ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, 49-ാമത്തെ ആയത്ത്, وقالوا يا أيها الساحر ادع لنا ربك بما عهد عندك إننا لمهتدون. وقالوا അവർ പറയുകയും ചെയ്തു, യാ അയ്യുഹസ്സാഹിറു ഹേ ജാലവിദ്യക്കാരാ. സാഹിർ പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന ആൾ അഥവാ ജാലവിദ്യ നടത്തുന്ന ആൾ. സിഹറിന് ജാലവിദ്യ, മരണം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ജാലവിദ്യ എന്നൽക്കാണ്. ജാലവിദ്യക്കാരാ, മെജിഷ്യ എന്നർത്ഥം. ഉദഉ നീ പ്രാർത്ഥിക്കുക, ലന ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, റബ്ബക്ക നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുക,
ബിമ അഹിദ ഉടമ്പടി ചെയ്തു വെച്ച വിധത്തിൽ, ഇന്ദക്ക നിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്രകാരം നീ പ്രാർത്ഥിക്കുക. അതായത് മൂസാ നബി അലൈഹിസ്സലാം ഇതുപോലെ ശിക്ഷയുണ്ടാകുമ്പോൾ റബ്ബിനോട് ഞാൻ തേടാം എന്നുള്ള ഉടമ്പടി ആയിരിക്കും. അല്ലെങ്കിൽ നീ ഇങ്ങനെ അള്ളാഹുവിനോട് തേടിയിട്ട് ഈ ശിക്ഷകൾ, ഈ പ്രയാസങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കി കിട്ടിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചു കൊള്ളാം എന്നൊക്കെ ആയിരിക്കും. ഇതേപോലെയുള്ള ഉടമ്പടി ഉണ്ടല്ലോ നിന്റെ അടുക്കൽ, അതനുസരിച്ച് നീ പ്രാർത്ഥിക്കുക. എന്നാൽ ഇന്നന തീർച്ചയായും ഞങ്ങൾ ലമുഹ്തദൂൻ നേർമാർഗം പ്രാപിക്കുന്നവരായേക്കും. ഇതാണ് അവർ പറഞ്ഞ മറുപടി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭൗതികമായ ശിക്ഷകൾ ഇങ്ങനെ കിട്ടിയപ്പോൾ അവർ പറഞ്ഞതാ യാ യുഹ സാഹിർ എന്നാണ് വിളിച്ചത്, ജാലവിദ്യക്കാരാ. അതൊരു മോശമായ പ്രയോഗമാണോ? അല്ലേ? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നത് മോശമായ പ്രയോഗമല്ല എന്നാണ്. ഇവിടെ മാന്യമായ പ്രയോഗം എന്ന നിലക്കാണ്. കാരണം ജാലവിദ്യ അന്നത്തെ ഒരു വലിയ ഒരു വിജ്ഞാന ശാഖ തന്നെയായിരുന്നു എന്നാണ്. അപ്പോൾ നല്ലൊരു ജാലവിദ്യക്കാരനായ മൂസ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനായ മൂസ എന്ന് സ്ഥാനം നൽകിയിട്ട് ബഹുമാനത്തോടോ ആദരവോടുകൂടെയുള്ള വിളിയായിരുന്നു ഇത് എന്ന് വിശദീകരിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇമാം റാസിയൊക്കെ റഹിമഹുല്ലയൊക്കെ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുവാകട്ടെ, അല്ലയോ ജാലവിദ്യക്കാരാ, പറഞ്ഞത് എന്താണ്? നമ്മൾ തമ്മിലുള്ളൊരു കരാറുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, നിൻ്റെ റബ്ബിനോട് തേടുക. ഇവിടെയൊക്കെ ഈ ബനൂ ഇസ്രായേലിന്റെ പ്രയോഗത്തിലൊക്കെ കാണാം, നിൻ്റെ റബ്ബിനോട് തേടുക, നിൻ്റെ റബ്ബിനോട് തേടുക. ഞങ്ങളുടെ റബ്ബ് എന്നവർ പറയില്ല, ഞങ്ങളുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോടെന്നല്ല, നിൻ്റെ റബ്ബിനോട് നീ തേട്, നിൻ്റെ റബ്ബിനോട് നീ തേടുക. അത് മൂസയും റബ്ബും വേറൊന്നും ഞങ്ങൾ വേറൊന്നുമാണ് എന്ന നിലക്കാണ് അവരുടെ പ്രയോഗം മുഴുവനുള്ളത്. ഞങ്ങൾക്ക് നേർമാർഗം കിട്ടിയേക്കാമല്ലോ. എന്നിട്ടോ എന്താ സംഭവിച്ചത്? ഫലമ്മ കശഫ്നാ അൻഹുമുൽ അദാബ ഇദാ ഹും യൻകുസൂൻ. 50-ാമത്തെ ആയത്ത്. അങ്ങനെ അവരുടെ ശിക്ഷയൊക്കെ നാം നീക്കിക്കൊടുത്തപ്പോൾ, ഫലമ്മ കശഫ്നാ നാം നീക്കിക്കൊടുത്തപ്പോൾ, ഒഴിവാക്കിക്കൊടുത്തപ്പോൾ, അൻഹും അവരിൽ നിന്ന്, അൽ അദാബ ശിക്ഷ ഒഴിവാക്കിക്കൊടുത്തപ്പോൾ. ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്ത് അവർക്ക് കൊടുത്ത ശിക്ഷ കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ, തവളയായും പേനും പിന്നെ അതുപോലെ രക്തവും, അതുപോലെ അവർക്ക് അനുഭവപ്പെട്ട ക്ഷാമവും, ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ നാം അവരിൽ നിന്ന് ഒഴിവാക്കിക്കൊടുത്തപ്പോൾ, ഇദാഹും അപ്പോഴും അവരതാ യൻകുസൂൻ അവർ പറഞ്ഞ കാര്യത്തെ അവർ ലംഘിക്കുന്നു, ഉടമ്പടി അവർ ലംഘിക്കുന്നു. ഇതെന്നും ഈ ജൂതരുടെ ഒരു പ്രത്യേകതയാണ്, ഈ ബനൂ ഇസ്രായേൽ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നും ഈ ഉടമ്പടി ലംഘിക്കുക, കരാറ് ലംഘിക്കുക, ചതിയും വഞ്ചനയും, അത് അവരുടെ ഒരു മുഖമുദ്രയാണ്. എന്നും എവിടെയും മൂസാ നബി അലൈഹിസ്സലാമിനോടൊക്കെ എത്ര പ്രാവശ്യമാണ് അവർ വഞ്ചന കാണിച്ചത്, പറഞ്ഞ വാക്കിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് എന്ന് കയ്യും കണക്കുമില്ല. അപ്പോൾ അവർ ഇതൊക്കെ കിട്ടി, ഇതൊക്കെ അവർ നേരിട്ട് കാണുകയാണ്. അവർക്ക് തവള കൊണ്ടുള്ള ബുദ്ധിമുട്ട് അസഹ്യമായപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യാൻ പറഞ്ഞ്, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്തു. ആ തവള ശല്യം അവർക്ക് മാറിക്കിട്ടിയത്. അവർ ജീവിതത്തിന് അനുഭവിക്കുന്നവരാണല്ലോ, പറഞ്ഞു കേട്ടതല്ലല്ലോ, അവരവരുടെ അനുഭവസ്ഥരാണല്ലോ. എന്നിട്ടും അവരത് അംഗീകരിക്കുന്നില്ല. പേൻ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രാർത്ഥിക്കാൻ അവർ ആവശ്യപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, പേൻ ശല്യം അവരിൽ നിന്ന് നിശേഷമില്ലാതെയായി. എന്നിട്ടും അവർ വിശ്വസിച്ചില്ലല്ലോ. ഇങ്ങനെ ഓരോന്നും അവർക്ക് വന്നു കിട്ടിയിട്ടുള്ള ഭൗതികമായ ശിക്ഷകളായിട്ടുള്ള നൽകിയിട്ടുള്ള ഓരോ പരീക്ഷണവും അള്ളാഹുവിൻ്റെ റസൂൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയിലൂടെ അള്ളാഹു അത് നീക്കിക്കൊടുത്തു. എന്നിട്ടും അവർ നന്ദികേടാ കാണിച്ചത്, അവർ ധിക്കരിക്കുക ചെയ്തത്, അവർ ഉടമ്പടി അവർ ലംഘിക്കുക ചെയ്തത്. അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറായില്ല. ഇതുണ്ടോ, എല്ലാം അള്ളാഹു നീക്കിക്കൊടുത്തിട്ടും അവർ നന്ദികേട് തന്നെ കാണിക്കുന്നത്. പിന്നെ തുടർന്ന് ഫിറഔന് എന്തൊക്കെ സംഭവിച്ചു, മറ്റു കാര്യങ്ങളൊക്കെ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നമുക്ക് ഈ ആയത്തിൽ അവസാനിപ്പിക്കാം. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ച്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ച് ആരാധനകളൊക്കെ അവന് മാത്രം സമർപ്പിക്കുന്ന വിശ്വാസികളായി തീരണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.